ഇന്ന് നേരെ കോന്നി ആനക്കോട് ആന വളർത്തൽ കേന്ദ്രം. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. 1810 മൊത്തം 9 ഏക്കർ സ്ഥലത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ കയറി വരുന്ന കവാടമാണിത്. അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. ഇവിടെ മാറി വനത്തിലെ വൃക്ഷങ്ങളും മരുന്നുകളും ഒക്കെ തരുന്ന നമ്മളെ പരിചയപ്പെടുത്താനെ കൊണ്ടുള്ള ചെറിയൊരു ഗാർഡനാണ്. ഇഷ്ടംപോലെ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി റൗണ്ട് കയറി നമുക്ക് ഇതെല്ലാം കണ്ട് കേട്ട് വരാം. ഓരോ ചെടിയുടെ ഇതിൽ ചുവട്ടിൽ അതിൻ്റെ പേരുകളുമെല്ലാം കുറിച്ച് വച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് മേപ്പോട്ട് കാണുന്ന നേരത്തെ ഇവിടെ ആനസവാരി ഉണ്ടായിരുന്നു. ആന അതിൻ്റെ ചുവട്ടിൽ വന്നിരിക്കും. നമ്മൾ ആ മുകളിൽ കൂടെ ആനയുടെ പുറത്തോട്ട് കയറി അത് കഴിഞ്ഞ് നമ്മളെ സവാരിക്ക് കൊണ്ടുപോകും. ഇപ്പുറത്താണ് കൗണ്ടർ. അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ വനത്തിൽ നിന്ന് കിട്ടുന്ന ഔഷധ മരുന്നുകളും വിഭവങ്ങളും എല്ലാം ഇവിടെ വിൽപ്പനയുണ്ട്. പൈസ കൊടുക്കണം. ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. പൈസ ആയിട്ട് മേടിക്കത്തില്ല. അവിടെ ആളുണ്ട്. ഇതിനകത്ത് നിറച്ച് വനവിഭവങ്ങൾ മാത്രമാണ്. ഞാൻ ദന്തപാല എന്ന് പറയുന്ന തലയിൽ തേക്കുന്ന ഒരു ഓയിൽ 2 കുപ്പി മേടിച്ച് 320 രൂപ. നമ്മളെന്നിട്ട് കയറി വരുന്ന ആദ്യം കാണുന്ന ആനക്കൂട. ഇവിടെയാണ് വാരിക്കുഴിയിൽ ആനയെ ചാടിച്ച് അവിടുന്ന് താപ്പാനകളെ കൊണ്ട് കരയ്ക്ക് കയറ്റി ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടാണ് മെരുക്കുന്നത്. ഇവിടുത്തെ മൊത്ത കഥകളും വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് മുരളിച്ചേട്ടനും ജഗദീഷ് ചേട്ടനും അഭിനയിച്ച പ്രായിക്കര പാപ്പാൻ. ഇതിൻ്റെ അകത്ത് 6 ആനകളെ കിടക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഇട്ടാണ് മെരുക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനെ കൊണ്ടുള്ള ഒരു ചെറിയ പാർക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇന്ന് ഇടദിവസമായതുകൊണ്ട് പറയത്തക്ക തിരക്കൊന്നുമില്ല. ഇതിനോട് ചേർന്ന് തന്നെ ഇനി ആനയുടെ ഒരു മ്യൂസിയമുണ്ട്. അതിൻ്റെ അകത്ത് ആനയുടെ അസ്ഥികൂടങ്ങളും ഒക്കെ ആയിട്ട് കുറേ കാണാനുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അതുകൊണ്ട് ഈ ആനയെ കണ്ടോ? ആ ആനയെ പണിത് വച്ചേക്കുന്നത് പറയുമ്പോൾ നമ്മൾ ആക്രി സാധനങ്ങളെന്നൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ സാധനങ്ങളെല്ലാം പിറക്കി കൂട്ടി വെൽഡ് ചെയ്ത് ഒട്ടിച്ച് ഉണ്ടാക്കിയേക്കുന്ന ആനയാണ്. അത് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതാണ് മ്യൂസിയം. ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പ്രത്യേകം പാസോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. നമ്മൾ ആ വെളിയിൽ നിന്ന് എടുക്കുന്ന ആ പാസ് മാത്രം മതി. ആ മ്യൂസിയത്തിലോട്ട് കയറുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ആ ഭിത്തിയിലെല്ലാം നല്ല ഛായാചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്നതാണ്. കയറുമ്പോൾ തന്നെ ഒരു കുഞ്ഞൊരു കുട്ടിയാന. അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം വലിയൊരു കൊമ്പൻ്റെ ഒരു പ്രതിമ. അവയൊക്കെ കയറി കാണാൻ നല്ല രസമാണ്. ഇതാണ് പിന്നെ നമ്മളൊരു വനത്തിൽ ചെന്ന് കയറുമല്ലോ, ആ വനത്തിൽ കയറുന്നതിൻ്റെ ഒരു വനത്തിൽ കയറുമ്പോൾ ചീവീടും കിളികളും മറ്റ് മൃഗങ്ങളുടെയൊക്കെ കരച്ചിലുകളും ഇതൊക്കെ കേൾക്കുമല്ലോ. അതേപോലെ നമ്മളിൻ്റെ അകത്ത് കയറുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റാഫുണ്ട്. ആ സൗണ്ട് ഇടും. ആ സൗണ്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഒറിജിനലായിട്ട് ഒരു ഉൾവനത്തിൽ കയറി നിൽക്കുന്ന ഒരു ഫീലിംഗാണ്. അവിടുത്തെ ആ ശബ്ദങ്ങളും കാര്യങ്ങളും. അതിനോട് ചേർന്ന് ഇപ്പുറത്ത് തന്നെയാണ് ആനയുടെ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ സൂക്ഷിക്കുന്ന മ്യൂസിയം. ഇതാണ്ട് ഇതൊക്കെ പഴയ കാലത്ത് ആനകളെയൊക്കെ
പിടിക്കുന്നതും ആനയെ മെരുക്കാനെ കൊണ്ട് ഉപയോഗിക്കുന്ന തോട്ടിയും ആനയ്ക്ക് പനയും പട്ടയൊക്കെ വെട്ടുന്ന ഇരുമ്പും അങ്ങനെ ആനയുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളാണ് അങ്ങേ സൈഡിൽ. അത് ഇത് ആനയുടെ കീഴ്ത്താടി തലയോട്ടിയുമാണ്. ഇത് ഒരു ആനയുടെ ഒരു ആനയുടെ ഫുൾ അസ്ഥികൂടം. ആ കൊമ്പ് മാത്രം ഡ്യൂപ്ലിക്കേറ്റാണ്, അത് ചുമ്മാതെ തടിയിൽ നിർമ്മിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ബാക്കിയെല്ലാം ആനയുടെ നഖം, മുട്ടിൻ്റെ ചിരട്ട എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങി ആനയുടെ ഓരോരോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരിടത്തോട്ടാണ് വരുന്നത്. ആ വരുന്നിടത്ത് തന്നെയാണ് അശോകവനം. അതായത് നമ്മുടെ അശോക ചെടിയുണ്ടല്ലോ, അതേ കുറേ ചെടികളുണ്ട്. കാണാൻ നല്ല രസമാണ്. ഇപ്പം പൂത്തിട്ടൊന്നുമില്ല, കുറേ ചെടികൾ കൂടി ഇങ്ങനെ നിൽക്കുന്ന, അത് നമ്മൾ കാണുമ്പോൾ ഒരു രസമാണ്. ഇത് നമ്മൾ കരകൗശലം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ആനയുടെ പല പല രൂപങ്ങളും പിന്നെ എഴുന്നള്ളത്തിന് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിൽക്കുന്ന ആ സാധനങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കയറി കാണാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്കിത് കാണുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ അകത്തൊരു സ്റ്റാഫുണ്ട്. അത് മുമ്പത്തെ ആ മ്യൂസിയത്തിലും ഉണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞു തരാൻ ആളുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ വലത്തെ സൈഡിൽ ഒരു 3D തിയേറ്ററുണ്ട്. 3D തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയൊന്നുമല്ല, നമ്മളൊരു അരമണിക്കൂർ ആകണ്ടേ ഉള്ളൂ ആ ഫിലിം. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളൊരു വനത്തിൽ ചെല്ലുമ്പം മൃഗങ്ങളെയും കാര്യങ്ങളെയൊക്കെ കാണുന്നതും ഒക്കെ ആയിട്ട് ഒരു 3D സിനിമയായിട്ട് അതിൻ്റെ അകത്തിരുന്ന് കാണാം. 80 രൂപ ടിക്കറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ആ ആനയുടെ കരകൗശലം പോലൊക്കെ വെച്ചേക്കുന്ന ആ ശില്പത്തിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലാണ് ആനക്കൂട്. ഈ താഴെ വാരിക്കുഴി ചാടി ആനയെ മെരുക്കി എല്ലാം കഴിഞ്ഞ് ഇവിടെയാണ് കൊണ്ട് കെട്ടുന്നത്. ഇതിൻ്റെ അകത്തിപ്പം 3 പിടിയാനയും ഒരു കൊമ്പനുമുണ്ട്. കൊമ്പന് മതപ്പാടുണ്ട്, അടുത്തോട്ട് പോകല്ലെന്ന് പറഞ്ഞു. അത് മാത്രമല്ല അവിടെ കയറ് കെട്ടി തിരിച്ചേക്കുക, അടുത്തോട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു അത്യാവശ്യം അടുത്ത് നിന്നപ്പം ആ പുല്ലൊക്കെ വാരി എന്നെ എറിഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞ് മാറെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ മതം പൊട്ടി നിൽക്കുന്ന ആനയെടുത്ത് അഭ്യാസത്തിന് നിൽക്കാതെ ഞാൻ പിന്നെ ഇങ്ങ് മാറി. ഇതൊക്കെയാണ് കോന്നി ആനക്കൂട്ടിലെ വിശേഷങ്ങൾ. വിശദമായിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരു അരമണിക്കൂർ കൂടുതൽ നീണ്ടുപോകും. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇവിടെ കയറാൻ 80 രൂപയാണ് ടിക്കറ്റ്. വാഹനം കാർ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അതിന് പാർക്കിംഗ് ഫീസ് 40 രൂപ. അങ്ങനെ ഒരാൾക്ക് 120 രൂപ. ഒരാൾക്ക് 80 രൂപയും വാഹനത്തിന് 40 രൂപയും.